ശ്രീലാൽ നോക്കൂ, ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഞാൻ വായിക്കുകയാണ്. മൃതദേഹം കൊണ്ടുപോകാനായി ആംബുലൻസ് പോലീസ് തയ്യാറാക്കി നിർത്തിയിരുന്നു. അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സന്ദർഭത്തിലാണ് മൊബൈൽ ഫ്രീസറിന് മുകളിൽ കിടന്ന്, ഏതാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മൊബൈൽ ഫ്രീസറാണ്, അതിന് മുകളിൽ കിടന്ന് പോലീസ് നീക്കത്തെ തടയാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മൃതദേഹം കിടത്തിയ മൊബൈൽ ഫ്രീസർ പ്രവർത്തകരിൽ നിന്ന് മോചിപ്പിച്ച് പോലീസ് ആംബുലൻസ് അടുത്തെത്തിച്ചു. അങ്ങനെ മൃതദേഹം കയറ്റിയാണ് ആംബുലൻസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇൻക്വസ്റ്റ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മൃതദേഹത്തെ കുറിച്ചാണ് ഈ പറയേണ്ടി വരുന്നത്. ലാൽ, എത്ര കഷ്ടമായ ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കൂ. ഞാൻ സുപ്രീം കോടതിയുടെ ഒരു വരി വായിക്കാം. The court issued notices to the Tamil Nadu government as well as to the police and observed that the scope and ambit of Article 21 includes the right to have decent burial. ഇത് സുപ്രീം കോടതിയുടെ പ്രയോഗമാണ്. ആർട്ടിക്കിൾ 21 ഭരണഘടന റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഡീസൻറ്റ് ബറിയലും അതിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ബാക്ക് ബോണാണ്. അതിനെ കേട്ടേൽ ചെയ്യുന്ന ഇടപെടലാണ് കോൺഗ്രസ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ചുമ്മാതെ കിടന്ന് ഇതാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ഡീസൻറ്റ് ബറിയലിനുള്ള ഇടപെടലുണ്ടാക്കുക, അതിന് മുമ്പുള്ള ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു മതത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിയുണ്ടായി. അവിടെ ഡെഡ് ബോഡിയൊക്കെ റോഡിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നൊരു നിയമം കൊണ്ടുവന്നു. കാര്യം എന്താ? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ മരിച്ചുപോയ ആളോടുള്ള സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കാണിക്കാനുള്ള അവരുടെ ഡ്യൂട്ടിയെ ഇല്ലാതാക്കുന്ന, അതിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപാടാണ് ഈ നടത്തിയിട്ടുള്ളത്. അത് ശരിയല്ല. അതിനിപ്പോൾ എന്നാ ന്യായീകരണം പറഞ്ഞാലും ചുമ്മാ കിടന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കെതിരെ കൃത്യമായി അതിനെതിരെ കേസെടുക്കേണ്ടതായിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ടാവുന്നതിനെ ഞാൻ കരുതുന്ന കാര്യം, അല്ലാതെ പോകാൻ പറ്റില്ല. നോക്കൂ, കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഈ മലയോര പ്രദേശത്തുള്ള ആൾക്കാരുള്ള സ്നേഹം ഒക്കെ മൂത്ത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിൽക്കട്ടെ, ഞാനും അഷിതയും ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നോക്കൂ, ലാൻഡ് അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? പതിച്ചു കൊടുക്കുന്ന ഭൂമി ആ പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? അതാണ് ഈ പറയുന്ന മലയോര മേഖലയിൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം, സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കിയതിൽ അത് ഐകകണ്ഠേന പാസ്സാക്കി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ ഇതിനകത്ത് ഉടായ്പ കാണിച്ചു. കാര്യം ഗവർണർ അത് ഒപ്പിടാതെ വന്നു കഴിഞ്ഞപ്പം ഇവർ അത് ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയവരുണ്ട് ഇതിനകത്ത്. മലയോര ആൾക്കാരോട് എന്നെ കേൾക്കുന്ന മലയോര ആൾക്കാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നിലപാട് അതായിരുന്നു. കോൺഗ്രസ് കളിച്ച കളിയതാ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ഇത് കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നുണ്ടുള്ള ഒറ്റ കാര്യമാണ്. ശാശ്വതമായ പരിഹാരം നിങ്ങളുടെ വിഷയങ്ങൾക്ക് ആവശ്യമുണ്ട്. കാര്യം ശാശ്വതമായ പരിഹാരമാണ് ഒരു ജനതയ്ക്ക് ആവശ്യം. ആ ആവശ്യം നടപ്പാക്കണമെങ്കിൽ സതീഷ് പറഞ്ഞതുപോലെ ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ അമെൻമെൻറ്റ്, അത് ഫോറസ്റ്റ് ലോയ്ക്കകത്താണെങ്കിലും എൻവയോൺമെൻറ്റൽ ലോയ്ക്കകത്താണെങ്കിലും ഒക്കെ വ്യത്യാസം വരണം. അതൊക്കെ കേന്ദ്രം പാസ്സാക്കിയിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളാണ്. ആ കേന്ദ്രം പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിൽ അമെൻമെൻറ്റ് നടക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. കേന്ദ്ര സർക്കാർ എന്നുള്ള പ്രയോഗം തെറ്റാണ്. പാർലമെൻറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. പാർലമെൻറ്റിലാണ് അതിൻ്റെ ഇടപെടൽ നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകും, കോൺഗ്രസിൻ്റെ നേതാവ് വന്ന് കുറേ കാര്യങ്ങൾ പറയും, അതിനെതിരെ CPM-ൻ്റെ നേതാവ് പറയും. അപ്പം നിങ്ങൾക്ക് തന്നെ സംശയമാവും എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ പരിഹാരം, ഞാൻ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞത്, അതിന് വ്യക്തമായ 100% നിങ്ങളുടെ കാര്യം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിയമം പൊളിച്ചെഴുതുക തന്നെ വേണം. അത് പൊളിച്ചെഴുതാൻ കേരളത്തിലെ സംസ്ഥാനം വിചാരിച്ചാൽ പിണറായി വിജയനല്ല, ഇതിനു മുമ്പുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും കൂടി ഒരുമിച്ച് ആ നിയമസഭ വന്നാലും നടക്കത്തില്ല. കാര്യം അത് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ റോള് ചെറുതുമല്ല. ഇതാണ് സത്യം. പിന്നെ ഈ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കൂ. ഇതിൻ്റെ ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗാഡ്ഗിലാണ്. ഗാഡ്ഗിലാണല്ലോ എൻവയോൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ഗാഡ്ഗിൽ റിപ്പോർട്ട് വരികയും ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരായിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ സമരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ
ഈ പറയുന്ന ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ ഡോക്ടറേറ്റ് ഉള്ള, ഹാർവർഡിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള ഗാഡ്ഗിൽ പറയുന്നത് വന്യമൃഗങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലണം. അത് എല്ലാ ലോകത്തും നടക്കുന്ന പ്രതിഭാസമാണ്, ഈ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന പ്രതിഭാസമാണ്, നമ്മുടെ മാത്രം നടക്കുന്നതല്ല. അതിൻ്റെ നമ്പർ എക്സസ് ആകുകയാണെങ്കിൽ അത് ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കും. ആ ഇക്കോളജിക്കൽ ഇംബാലൻസ് മനുഷ്യന് ഡീൽ ചെയ്യാൻ ഇതിനെ കൊല്ലുക, അല്ലെങ്കിൽ അതിനെ പോപ്പുലേഷൻ കൺട്രോളിനുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആന ഇറങ്ങി വരുന്നു, കാട്ടിൽ നിന്ന് 100 ആന ഇറങ്ങി വരികയാണെങ്കിൽ എല്ലാ ആനയും നിർത്തി സർക്കാരിന് പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനതയോട് സ്നേഹമുള്ളതുകൊണ്ടും ആത്മാർത്ഥമുള്ളതുകൊണ്ടുമാണ് ഫോറസ്റ്റ് അത്രയും അക്ഷീണം അതിനകത്ത് പരിശ്രമിക്കുന്നത്. എനിക്ക് ഒരു സംശയവുമില്ല, ആ ഡിപ്പാർട്ട്മെൻറ്റ് അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. ഇവർ ചുമ്മാ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞല്ലോ, ഒരു ദിവസം 40 ആന ഇറങ്ങി വരും, അവിടുന്ന് ഇവിടുന്ന് എങ്ങോട്ട് ഫോക്കസ് മാറ്റണം? 100 പേര് നിന്ന് കഴിഞ്ഞാൽ ഒരു ആനയെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ട ഇടപെടൽ നടത്തണമെങ്കിൽ കൃത്യമായി നമ്മൾ ലെജിസ്ലേറ്റീവ്ലി എക്വിപ്ഡ് ആയിരിക്കണം, ലീഗലി എക്വിപ്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്. ഇഫ് യു ആർ നോട്ട് ലീഗലി എക്വിപ്ഡ്, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ കണ്ടിന്യൂ ഹാപ്പനിങ്. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പറയും ആൾക്കാരെ പറ്റിക്കാനായിട്ട് പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കിടന്ന്. കാര്യം ശരിയായിരിക്കും, കുറച്ച് പേരെങ്കിലും വോട്ടും ചെയ്യുമായിരിക്കും. പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്കൊന്നും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ യാത്രയൊക്കെ നടത്തിക്കോട്ടെ, എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെയും ചെയ്യട്ടെ. കാര്യം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള പ്രവർത്തനമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഈ സംഘപരിവാറിനെ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതും നടക്കട്ടെ. പക്ഷേ കുഴപ്പം, ഈ പറഞ്ഞ പ്രക്ഷോഭത്തിനിടയ്ക്ക് സിദ്ദിഖിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. സിദ്ദിഖ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വിടാവുന്നേ. സിദ്ദിഖിനെതിരെ പ്രശ്നം ഉണ്ടായിരുന്നു, സിദ്ദിഖിനെ അടുപ്പിച്ചില്ല. സിദ്ദിഖ് CPM കാരനല്ലോ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഹ്യൂമൻലി കേപ്പബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ സംസാരിക്കണം. കാര്യം ഇപ്പം ശശീന്ദ്രനെതിരെ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മന്ത്രി അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. മന്ത്രിയുടെ പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ആ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആക്ഷൻ നടത്തണമെങ്കിൽ അതിന് ലെജിസ്ലേറ്റീവ് ബാക്കപ്പ് വേണം. എന്ന് വെച്ചാൽ ലോ വേണം. ആ ലോ അമെൻഡഡ് അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഓരോ പ്രാവശ്യവും ഒരു ആന വരുമ്പം ഇവിടുന്ന് ഫോറസ്റ്റിന് ഒരു സ്കറിയ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തെ കൂട്ടത്തിൽ ഒരു സംഘത്തിനെ വിടുക. 4 ഇടത്ത് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം മാറ്റി നിർത്തി ഈ പറയുന്ന ആനയെ പിടിക്കാനും കടുവയെ പിടിക്കാനും കരടിയെ പിടിക്കാനുമായിട്ട് നിർത്തേണ്ടി വരും. അതല്ല പെർമനൻറ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞല്ലേ, ആൾക്കാർ കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ പെർമനൻറ്റ് സൊല്യൂഷൻ ആ രീതിയിൽ ഒരു സൊല്യൂഷൻ ലോകത്തൊരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് രാജ്യങ്ങളെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്, ഒരു കാര്യവും ഇങ്ങനല്ല ആൾക്കാർ ഡീൽ ചെയ്യുക. അപ്പം ഈ പറയുന്ന പ്രശ്നത്തെ ഈ പറഞ്ഞ സതീഷ് പറഞ്ഞതുപോലെ, സതീഷ് പറഞ്ഞ പോലെ ശാശ്വതമായ പരിഹാരമാണെങ്കിൽ കോൺഗ്രസ്സുകാർ ജാഥ നടത്തിയാലൊന്നും നടക്കത്തില്ല. ഈ പറയുന്ന ഡെഡ് ബോഡി കൊണ്ടുവന്ന് അതിവൈകാരികത ഇളക്കി വിടാം എന്നല്ലാതെ അവിടുത്തെ സമാധാനമായിട്ട് ആൾക്കാർക്ക് കിടന്നുറങ്ങണം. കറക്റ്റാണ്. അവർ റൈറ്റ് ടു സ്ലീപ്പ് പോലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു സ്ലീപ്പ്. ആ സ്ലീപ്പ് നടക്കുന്നില്ല എങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം എങ്ങനെ കൊടുക്കും? അപ്പം ഞാൻ ഒന്നുകൂടെ എൻ്റെ പോയിന്റ്, ഡിസ്ട്രസ് ചെയ്യുന്ന പോയിന്റ്, ഇതിനകത്ത് കോൺഗ്രസും BJPയും ഇതൊക്കെ വിട്ടുകളയുക. അങ്ങനെ സങ്കുചിതമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം മന്ത്രി അത് ചെയ്തില്ല, മന്ത്രി ഇത് ചെയ്തില്ല, അതും പറഞ്ഞോട്ടെ, എനിക്ക് അതിലും പ്രശ്നമില്ല. മന്ത്രി ഇപ്പം ഒരു പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഷീനറി ഒരു പോയിന്റിൽ ഇന്നെഫിഷ്യൻ്റായിട്ട് ഇടപെട്ടു എന്നിരിക്കട്ടെ, അതും വിമർശനമായി വരട്ടെ. കാര്യം ബെറ്റർ ഇതായിട്ട് പെരുമാറാനായിട്ട് പറ്റുമല്ലോ. പക്ഷെ ഒരു കേസ് അല്ല ഇത്. വീണ്ടും ആനിമൽസ് ഇങ്ങനെ വൈൽഡ് ആനിമൽസ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു ലാക്കുണ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അല്ല, ഈ പറഞ്ഞല്ലോ കോൺഗ്രസിനും CPMനും ടീം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനെ പിടിക്കാൻ? പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറ്റത്തില്ല. അതാണ് BJPക്ക് ടീം ഉണ്ടാക്കാൻ പറ്റും. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ